ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയറും ചേനയും വെച്ചൊരു എരിശ്ശേരിയാണ്. ശരി, നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഒരു കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് ചേന, ചെറുപയർ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3 പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം, പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് അടച്ച് വേവിച്ചെടുക്കുക. ഒരു 5 വിസിൽ വരുന്നിടം വരെ. ഇങ്ങനെ അത് അവിടെ ഇരുന്നൊരു 5 വിസിൽ വരട്ടെ. എൻ്റെ കുക്കറിൽ ഒരു 4-5 വിസിൽ വന്നാലേ എന്ത് സാധനം വേവുള്ളൂ. അതുകൊണ്ടാട്ടോ, നിങ്ങളുടെ കുക്കറിൻ്റെ ഇത് വെച്ച് നിങ്ങൾ വേവിക്കുക. ഇതൊന്ന് നല്ലപോലെ വെന്താലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. ഒരു 5 വിസിലൂതി കുക്കറിലെ എയർ പോയിട്ടുണ്ടേ കേടാ. നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ, 2 കഷ്ണം വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മതി ജീരകം. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ഒത്തിരി അരയല്ലേ. അടുപ്പിൽ വെക്കണേ. ഒരു കടായി അല്പം അടുപ്പിൽ വെച്ചാൽ ചൂടാകുമ്പോൾ നമ്മുടെ ഈ കുക്കറിൻ്റെ അകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനമില്ലേ, അതെടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാവേ. അങ്ങനെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതൊരു തവി വെച്ച് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാവേ. ചേനയൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ചേനയും ചെറുപയറും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരച്ചല്ല, ഒരുമാതിരി പകുതി അരയായിട്ടുള്ള അരപ്പില്ലേ, തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ അതിൻ്റെ അകത്തിട്ട് കൊടുക്കുക. നല്ലപോലെ ഇട്ടിളക്കണേ. അതിൻ്റെ ആ പച്ച ചൊവ മാറുന്നിടം വരെ അവിടെ കിടന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കടുക് കഴിക്കാം. പച്ച ചൊവ അവിടെ കിടന്ന് മാറട്ടെ. പച്ച ചുവ മാറി നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മളത് വാങ്ങി വെച്ച് നമുക്കിനി കടുക് തളിക്കാം. ഒരു പാൻ അടുപ്പേ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കത് ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടാവണേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അവിടെ കിടന്ന് പൊട്ടട്ടെ. കടുക് അവിടെ കിടന്ന് നല്ലവണ്ണം പൊട്ടി അതിൻ്റെ അകത്തോട്ട് നമുക്ക് മറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതവിടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. വേറൊരു 2 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് വേണം. നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതും അവിടെ കിടന്ന് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമാട്ടെ. ഇത് ഈ കടുക് തളിക്കാനുള്ളത് ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ മീഡിയം സൈസ്, എല്ലാവരും ഇങ്ങനെ ഇടുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെ ഇടും. ചെറിയ മീഡിയം സൈസ് ഒരു സബോള കൊത്തി അരിഞ്ഞിടണം. ആ എരിശ്ശേരിക്കകത്ത് മുഴുവൻ വേഗത്തിൽ സബോളയും കൂടെ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഒരു വേറെ ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയത്. സബോള ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ഒത്തിരി വാടിയ കൊള്ളത്തില്ലേ. ചെറുതായിട്ടൊന്ന് സബോള വാടിയാൽ മതി. ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോഴേ അങ്ങ് നിർത്തിയേക്കണം. ഈ സബോളേൻ്റെ കണ്ടില്ല, ഈ പച്ച ഇതോടുകൂടി ഒന്ന് കടിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ്. നമുക്കിതിനി നമ്മുടെ ചെറുപയർ ചേന എരിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ ചേന എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.